നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി പുഡിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ബ്രെഡും പഴവും പാലും ബൂസ്റ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ലെയർ ചെയ്തെടുക്കുന്ന ബ്രെഡാണ് കേട്ടോ. സൈഡ് പാർട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ട്രേയിലേക്ക് ഇതുപോലെ 2 പീസ് ഒന്ന് ചേർത്താണ് ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നനച്ചെടുക്കുന്നത് ഒരു കാരമൽ സോസിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ, അങ്ങനെയാണെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ വീണ്ടും നമ്മളിതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റാണ്, ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ആയിട്ട് അളന്ന് ചേർത്താലും മതി. നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചുള്ള ഒരു ബ്രെഡ് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്ത ലെയർ നമ്മൾ പാലിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു 1/4 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, വീണ്ടും നമ്മൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചോക്ലേറ്റ് ചേർക്കാം കേട്ടോ. ഞങ്ങളുടെ ഡയറി മിൽക്ക് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്, 40 രൂപയുടെ ആണ്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്തില്ല, മിക്സ് ചെയ്തെടുത്തിട്ടും തിളപ്പിച്ചെടുക്കാം. കൂടി നമ്മൾ 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ. ആ ഒരു കോൺഫ്ലവർ കൊണ്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് കട്ട പിടിക്കും. ഇതുപോലെ കിട്ടുന്ന സമയത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ആ ഒരു ചുരുടി തന്നെ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് തണുത്തൊന്ന് സെറ്റായി കിട്ടണം. ആ ഒരു ടൈമിൽ അടുത്ത ലെയറും കൂടി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു 15 ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു വെള്ളവും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ പിരിഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് റെഡി ആയി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ചെറിയ പഴവും കൂടി എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവനോ മൈസൂർ പൂവനോ എടുക്കുക, അല്ലെങ്കിൽ റോബസ്റ്റയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വേണം കേട്ടോ. എന്നിട്ട് ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 2-3 മണിക്കൂർ നല്ലപോലെ തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്